സഞ്ചാരപ്രിയരായ മലയാള സിനിമാ പ്രേമികൾക്ക് കൃത്യമായ ഇടവേളകളിൽ യാത്ര പോകാൻ ഒരിടം സമ്മാനിക്കുന്ന ചില സിനിമകളുണ്ട്. അത് കണ്ടാൽ പിന്നെ യാത്രയാഗ്രഹിച്ച് വണ്ടിയുമെടുത്ത് ഇറങ്ങുന്നവരും നിരവധിയാണ്. മീശപ്പുലിമലയുടെയും ഗവിയുടെയുമൊക്കെ മനം മയക്കും സൗന്ദര്യം സിനിമകളിലൂടെ കണ്ട് യാത്ര തിരിച്ച നിരവധി പേരും നമുക്കിടയിലുണ്ട്. പ്രകൃതിയുടെ സൗന്ദര്യക്കൂട്ടിലേക്ക് ഒരു പേര് കൂടി എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. കുട്ടിക്കാനത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അമ്മച്ചി കൊട്ടാരം. ഒരിക്കൽ പുറത്തിറങ്ങിയ ഫഹദ് ഫാസിലും മമതയും താരജോഡികളായി അഭിനയിച്ച സംവിധായകൻ വേണുവിൻ്റെ കാർബൺ എന്ന ചിത്രത്തിലാണ് അമ്മച്ചി കൊട്ടാരവും അതിൻ്റെ പ്രൗഢിയും പഴമയുമെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത്. മഞ്ഞിൽ മൂടി നിൽക്കുന്ന ഈ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഫഹദിൻ്റെ ആദ്യ ദൃശ്യം തന്നെ കാഴ്ചക്കാരിൽ കൗതുകമുണർത്തുന്നതായിരുന്നു. സിനിമയുടെ രണ്ടാം പകുതിയിൽ മുഖ്യ കഥാപാത്രമായി തന്നെ ഈ കൊട്ടാരവുമുണ്ട്. നിരവധി നിഗൂഢതകൾ ഒളിപ്പിച്ച ഒന്നായാണ് ചിത്രത്തിൽ ഈ കൊട്ടാരത്തെ ദൃശ്യവത്കരിച്ചിരിക്കുന്നത്. കാർബണിൽ മാത്രമല്ല, ഇന്ദ്രിയം, പൈലറ്റ് പോലുള്ള ചിത്രങ്ങളിലും നേരത്തെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഈ അമ്മച്ചി കൊട്ടാരം. എന്നാൽ രാജഭരണത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്നത് മാത്രമല്ല ഇന്നത്തെ അമ്മച്ചി കൊട്ടാരം. 210-ലധികം വർഷങ്ങൾ പഴക്കമുള്ള ഈ കൊട്ടാരം തിരുവിതാംകൂർ രാജാവിൻ്റെ വേനൽക്കാല വസതിയായിരുന്നു. കൊട്ടാരം എന്ന പേരുണ്ടെങ്കിലും ഇന്ന് തീർത്തും ജീർണാവസ്ഥയിലാണ്. കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ കുട്ടിക്കാനത്തു നിന്നും 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ കൊട്ടാരത്തിലേക്കുള്ള പാതയിലെത്താം. ഈ കാട്ടുപാതയിലൂടെ കുറച്ചു ദൂരം യാത്ര ചെയ്താൽ ചെന്നെത്തുന്നത് കാട് പിടിച്ച് ജീർണാവസ്ഥയിൽ കിടക്കുന്ന അമ്മച്ചി കൊട്ടാരത്തിലേക്കാണ്. തിരുവിതാംകൂർ തായ്വഴി ഭരണകാലത്ത് റാണി പദവി രാജാവിൻ്റെ സഹോദരിക്കായിരുന്നു. രാജാവിൻ്റെ പത്നിക്ക് അമ്മച്ചി പദവിയും ലഭിച്ചിരുന്നു. അങ്ങനെയാണ് രാജാവിൻ്റെ പത്നി താമസിച്ചിരുന്ന കൊട്ടാരത്തിന് അമ്മച്ചി കൊട്ടാരം എന്ന പേര് വന്നത്. വിശാലമായ ദർബാർ ഹാളും മഹാരാജാവിൻ്റെ മന്ത്രമണ്ഡപവും കുതിരലായവും ഭൂഗർഭപാതകളും കളിസ്ഥലങ്ങളും കൽക്കുളവും കൊട്ടാരത്തിൻ്റെ ഭാഗമായി പണിതിരുന്നു. ബ്രിട്ടീഷ് അധിനിവേശകാലത്ത് ചരിത്രപ്രാധാന്യമായ രാജകീയ തീരുമാനങ്ങൾ ഉരുത്തിരിഞ്ഞത് ഈ കൊട്ടാരത്തിൽ നിന്നാണെന്നാണ് പറയുന്നത്. പാചകശാലയ്ക്ക് പിന്നിലുള്ള ഭൂഗർഭപാതകളുടെ തുടക്കം ഇപ്പോൾ അടഞ്ഞ നിലയിലാണ്. ഇതിൽ ഒരു തുരങ്കം ചെന്നെത്തുന്നത് മൈലുകൾക്കകലെയുള്ള പീരുമേട് മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്താണ്. ചിദംബരം പിള്ള മെമ്മോറിയൽ സ്കൂളിന് സമീപം ഇന്നും ഇതിൻ്റെ ശേഷിപ്പുകൾ ഉള്ളതായി പറയുന്നുണ്ട്. തേയില കൃഷി വ്യാവസായിക അടിസ്ഥാനത്തിൽ ഹൈറേഞ്ചിൽ പരീക്ഷിച്ച് വിജയം കണ്ട ബ്രിട്ടീഷുകാരനായ ജോൺ ഡാനിയൽ മൺറോ കൊട്ടാരം താവളമാക്കിയിരുന്നതായും ചരിത്രരേഖകൾ പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് അത്യാഡംബരം നിറഞ്ഞ കെട്ടിടമായിരുന്നത് ഇന്ന് ജീർണാവസ്ഥയിലാണ്. പട്ടുപരവതാനികളും വിലമതിക്കാനാവാത്ത ഛായാചിത്രങ്ങളും തടി ഉപകരണങ്ങളും പഴയ തലമുറയുടെ ഓർമ്മയിൽ ഇന്നുമുണ്ട്. മാർബിൾ തീർത്ത വാഷ് ബേസിൻ മാത്രമാണ് ആകെയുള്ള ശേഷിപ്പ്. എങ്കിലും സിനിമകളിലൂടെ കേട്ടറിഞ്ഞ ഈ മഹാത്ഭുതം കാണാൻ നിരവധി പേരാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ലൂസിഫർ തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ ചിത്രീകരിച്ചതിനെ തുടർന്നാണ് കൊട്ടാരത്തിലേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങിയത്. കൂടുതലും പ്രേതാലയ പശ്ചാത്തലമുള്ള ചിത്രങ്ങളിലേക്ക് മാത്രമെന്ന നിലയിൽ കൊട്ടാരത്തിൻ്റെ അവസ്ഥ മാറിപ്പോയിരിക്കുകയാണ് ഇന്ന്. കാലാകാലങ്ങളായി പ്രദേശവാസിയായ ധർമ്മലിംഗമാണ് കൊട്ടാരത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ. ധർമ്മലിംഗം കുടുംബമായി ഇവിടെ തന്നെയാണ് താമസം. രാജഭക്തിയോടുകൂടി തമിഴ് കലർന്ന മലയാളത്തിലാണ് മിത്തുകൾ നിറഞ്ഞ ധർമ്മലിംഗത്തിൻ്റെ വിവരണം. ചരിത്രത്തിനുമപ്പുറം ധർമ്മലിംഗം നൽകുന്ന വിവരണങ്ങളാണ് സഞ്ചാരികൾക്ക് ഏക ആശ്രയം. കൊട്ടാരം ചുറ്റിക്കാണുന്നതിനിടെ സഞ്ചാരികളുടെ ഏതു സംശയങ്ങൾക്കും ധർമ്മലിംഗം വ്യക്തമായ മറുപടിയും നൽകുന്നുണ്ട്. എന്നാൽ ചരിത്രശേഷിപ്പുകളും രാജകീയ ഭരണത്തിൻ്റെ സ്മരണകളും നിറഞ്ഞ പ്രദേശം സർക്കാർ സംരക്ഷിക്കണമെന്ന ആവശ്യവും നിലവിൽ ശക്തമാണ്. കൊട്ടാരത്തിൻ്റെ ഉടമസ്ഥതയെക്കുറിച്ച് ഉണ്ടായ തർക്കങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് വിവാദമായിരുന്നു. ബംഗളൂരു ആസ്ഥാനമായുള്ള കമ്പനിയുടെ ഉടമസ്ഥതയിലാണ് ഇപ്പോൾ കൊട്ടാരമുള്ളത്. പകലുകളിലും മഞ്ഞുമൂടിയും ചെറുമഴത്തുള്ളികളാൽ പുണർന്നും സ്വീകരിക്കുന്ന പ്രകൃതിയാണ് കുട്ടിക്കാനത്തേത്. നട്ടുച്ച നേരത്തും മഞ്ഞിൽ പാതി മറഞ്ഞു നിൽക്കുന്ന ഈ കൊട്ടാരം കാഴ്ചക്കാരിൽ ചിത്രകഥകളിലെ ഭൂതത്താൻ കോട്ടയെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. കേരളീയ വാസ്തുശില്പശൈലിയിൽ പണിതിരിക്കുന്ന ഈ കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങൾക്ക് വിദേശ നിർമ്മിതിയുടെ മുഖഛായ നൽകിയിട്ടുണ്ട്. കൊട്ടാരത്തിന് മരപ്പലകകളാൽ മച്ചുകൾ നിർമ്മിച്ചിട്ടുമുണ്ട്. നിലത്ത് ഭംഗിയേകിയിരിക്കുന്നത് തറയോടുകളാണ്. വിദേശ നിർമ്മിത വിളക്കുകൾ, ബാത്റൂം ഉൽപ്പന്നങ്ങൾ, ടൈലുകൾ തുടങ്ങി അക്കാലത്ത് ലഭ്യമായിരുന്ന മുന്തിയ സാമഗ്രികൾ എല്ലാം തന്നെ ഈ കൊട്ടാര നിർമ്മിതിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 4 പുറവും നീളൻ വരാന്തയും നടുമുറ്റവും കിടപ്പുമുറിയോടുകൂടി ചേർന്ന ശുചിമുറികളും വിശാലമായ സ്വീകരണ മുറിയും ഭോജനശാലയും അടുക്കളയുമെല്ലാം രാജകീയമായി തന്നെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും 2 ഹാളുകൾ, 3 ശയനമുറികളും അടുക്കളയും കൂടാതെ 2 ഇടനാഴികളുമുണ്ട്. ഇതിൽ ഒരു ഇടനാഴി കൊട്ടാരം സേവകർക്കും കൊട്ടാരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ളതുമാണെന്നും കരുതപ്പെടുന്നുണ്ട്.
25 ഏക്കറിലാണ് ഈ അമ്മച്ചി കൊട്ടാരം നിലനിൽക്കുന്നത്. സംരക്ഷണത്തിൽ സംഭവിച്ച വീഴ്ചകൾ ചെറുതല്ലാത്ത രീതിയിൽ ഈ കൊട്ടാരത്തെ ബാധിച്ചിട്ടുണ്ട്. പ്രൗഢി പേറുന്ന ഇതിൻ്റെ ആഢ്യത്വം കാണാൻ ഇനി ഈ മല കയറുന്നവർക്ക് നമ്മുടെ സംസ്കാരത്തെ എറിയാൻ കുറേയേറെ തിരുശേഷിപ്പുകളും ഇവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ട്.